ഹായ് ആൻഡ് വെൽക്കം ടു അൺലോക്കിംഗ് യുവർ വൊക്കാബുലറി വിത്ത് മം ആൻഡ് സൺസ് കമ്പനി. ഇന്നത്തെ വാക്കാണ് വെർനാക്കുലർ. VERNACULAR. വെർനാക്കുലർ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രാദേശിക ഭാഷ എന്നാണ്. അതായത് നമ്മുടെ തിരുവനന്തപുരത്തുള്ളവർ സംസാരിക്കുന്ന ഒരു രീതി, തൃശ്ശൂരിലുള്ളവർ. സ്ലാങ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഭാഷകൾ ഇങ്ങനെ വേറെ വാക്കുകളൊക്കെ ഉപയോഗിച്ച് പറയത്തില്ലേ പ്രാദേശികമായിട്ട്. എഴുത്തു ഭാഷയല്ല, അച്ചടി ഭാഷയല്ല, അങ്ങനെയുള്ള അല്ലാതെ ലോക്കൽ പീപ്പിൾ സംസാരിക്കുന്ന ഒരു പർട്ടിക്കുലർ റീജിയനിലെയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കൺട്രിയിലെയോ ഒക്കെ ആൾക്കാർ സംസാരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കിന് പറയുന്ന പേരാണ് വെർനാക്കുലർ എന്നുള്ളത്. 2 സെൻറ്റൻസ് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ്: ദ ഓതേഴ്സ് യൂസ് ഓഫ് വെർനാക്കുലർ ഇൻ ദ നോവൽ ബ്രോട്ട് ദ ക്യാരക്ടേഴ്സ് ടു ലൈഫ്, മേക്കിംഗ് ദം റിലേറ്റബിൾ ആൻഡ് ഒത്തൻറ്റിക്. അതായത് നോവലിലെ പ്രാദേശിക ഭാഷയുടെ രചയിതാവിൻ്റെ ഉപയോഗം കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി, അവയെ ആപേക്ഷികവും ആധികാരികവുമാക്കി എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. നോവലിൽ അദ്ദേഹം പ്രാദേശിക ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലാതെ അച്ചടി ഭാഷ ഉപയോഗിച്ചു കടുകട്ടിയായ വാക്കുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എല്ലാ കഥാപാത്രങ്ങൾക്കും നല്ല ലൈവ്ലി ആയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തു എന്നേ ഉള്ളൂ അതിൻ്റെ മീനിങ്. രണ്ടാമത്തെ സെൻറ്റൻസ്: Although she was fluent in English, she loved speaking in her native vernacular to stay connected to her roots. Although she was fluent in English, she loved speaking in her native vernacular to stay connected to her roots. അവൾ ഇംഗ്ലീഷ് ഭാഷയിൽ അനായാസമായി സംസാരിക്കുന്നുണ്ടെങ്കിലും തൻ്റെ വേരുകളുമായി ബന്ധം നിലനിർത്താൻ പ്രാദേശിക ഭാഷയിൽ സംസാരിക്കാനായിട്ട് കുട്ടി ഇഷ്ടപ്പെട്ടു എന്നാണ് രണ്ടാമത്തെ സെൻറ്റൻസിൻ്റെ അർത്ഥം. Thanks for growing with Mum and Sons Company. We'll see you again tomorrow with another word. Bye for now.